ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഈ വയനാട് ഭാരതീയ ജനതാ പാർട്ടിക്കും മോദിക്കും അമിത്ഷായ്ക്കും വേണം. ഹായ്, ഈ പണ്ടര ഡയലോഗ് ഇട്ടിട്ട് അറപ്പാലൊടുങ്ങിയാണ്. സത്യം പറയാ, ഇങ്ങ് താ, ഇതെന്താ കയ്യിലെച്ച് തുപ്പലറ്റത്? മോഡിക്കും അമിത്ഷാക്കും ഇങ്ങ് താ, വയനാട് വേണം. വയനാട്ടത്തെ പൊട്ടന്മാരല്ലേ 10-42 ശരീരം മണ്ണിന്റെ അടി കിടക്കുന്നുണ്ട്. അന്ന് എന്നോട് ചോദിച്ചിന് ചാനലാർ ഉരുളുവട്ടി അമ്മയത്ത്. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്നിട്ട് എന്ത് വായിക്കാന്റെ മോഡി അമിത്ഷയും വയനാട്ടിന് വേണ്ടി കൊടുത്ത്? എന്തിനൊരു ഉളുപ്പ് വേണ്ടേ? ഉളുപ്പില്ലാതെ പിന്നെന്താ കാട്ടുന്നത്? കേന്ദ്രമന്ത്രി അത്രേ. ഇയാളൊക്കെ ജയിപ്പിച്ചിട്ട് ആൾക്കാരെയുമാണ് സമ്മതിക്കുക. BJP-ക്കാട് ഞാൻ പറയല എന്താ വെച്ചാല്, BJP ശക്തമായിട്ട് ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. ആ സന്ദീപ് വാര്യരൊക്കെ നല്ല ചാനലൊക്കെ ഇത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയിന് BJP കേരളത്തിൽ ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്താ കുറെ കോമാളികൾ ഉണ്ട് എന്നാ തോന്നുന്നുള്ളൂ, അല്ലാണ്ട് BJP ഉണ്ട് എന്ന് തോന്നില്ല. അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം. സുരേഷ് ഗോപി എണ്ണ ഇനി മതി, ഇങ്ങ് താറിഞ്ഞിട്ട് കൊറേ എറിഞ്ഞില്ലേ, എന്നിട്ട് കൈ നീട്ടി യാചിച്ച് തന്നാണ്. അതിന്റെ അഹങ്കാരാണ് ഇങ്ങൊക്കെ. വല്ലാണ്ട് കളിക്കാൻ ഇല്ലാണ്ടാവും. അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം. ഈ ചെങ്ങായി BJP-യിൽ വന്നന്ന് BJP-ന്റെ കഷ്ടകാല. എല്ലാ നേതാക്കന്മാരും ചവിട്ടി തേച്ച്, പിന്നെ കേന്ദ്രത്തിൽ അറിയില്ലല്ലോ എത്ര വിവരം കെട്ടോനാണ്ട് ഇത്, എങ്ങനെയൊക്കെ ജയിച്ചതാന്നും അറിയില്ല. അപ്പൊ കേന്ദ്രത്തൊക്കെ വിചാരം വലിയ എന്തോ സംഭവമായിട്ട് കിട്ടിയാന്ന്, എറിഞ്ഞിട്ട് ആൾക്കാർ കൊടുത്താന്ന് ആർക്കും മനസ്സിലാവില്ല എന്നാ പിന്നെ ഇയാളെ വിചാരം. അല്ല, ഇയാളെ സിനിമയിൽ അഭിനയിച്ചിന മാതിരി ആൾക്കാർ ഇതാക്കൽ തുടങ്ങിയെന്ന് തോന്നുന്നു, കളിയാക്കുക.